എന്താ ചേട്ടാ കരഞ്ഞോണ്ടിരിക്കണ? ഒന്നുമില്ല. എന്താ കളിക്കിടയിൽ എന്താ ജനിക്കെന്താ സംഭവിച്ച്? കളിക്കുന്നതിന്റെ ഇടയില് എനിക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാ, ഞങ്ങള് കളിച്ചോണ്ടിരിക്കായിരുന്നു. ഒരുവിധം കളി നിർത്താറായി, ഇരുട്ടാവാറായി. അതിന്റെ ഇടയില് ബോള് തെറിച്ച് അടുത്ത തൊടിയിലേക്ക് പോയി. അപ്പൊ ജനി ഗോളി നിൽക്കുമായിരുന്നു. ബോൾ എടുക്കാൻ പോയപ്പോ ഞാൻ ചോദിച്ചു, എടാ ഞാൻ പോണോ ബോൾ എടുക്കാന്ന് ഞാൻ ചോദിച്ചു. തൊടിയിലാണെങ്കിൽ നിറച്ച് പുല്ലും കാടും ഒക്കെ പിടിച്ചു കിടക്കണ തൊടിയാ. അവന്റെ കാലിലാണെങ്കിൽ ബൂട്ടും ഇല്ല. ഞാൻ പോണെന്ന് ചോദിച്ചു. എന്റെ കാലിൽ ബൂട്ടുണ്ടല്ല, ഞാൻ പോണോ ജനി? അല്ല ചേട്ടാ ഞാൻ പോയിക്കോളാന്ന് അവൻ പറഞ്ഞു കേട്ടാ. അവൻ ബോള് കുറച്ചു നേരം തെരഞ്ഞപ്പോ ബോള് കിട്ടിയവന്. അവൻ ബോളും കൂടെ എടുത്ത് എറിഞ്ഞു. പക്ഷെ എന്തോ ഒരു ശബ്ദം അവൻ ഉണ്ടാക്കിയ പോലെ എനിക്ക് തോന്നി. അതില് ഇമോഷണൽ ആവേണ്ട എന്താ കാര്യം ഇപ്പൊ? അതില് ബോൾ അവൻ എടുത്തെറിഞ്ഞു. എന്തോ ഞൊണ്ടി വരണ പോലെ ഞങ്ങക്ക് തോന്നി. അതില് ഞാൻ എന്താടാ എന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല മത്സരട്ടാന്ന് പറയും ചെയ്തുട്ടാ. പിന്നെ നോക്കുമ്പോ അവൻ ഇടയിൽ കളി നിർത്തിയിട്ട് കിണറിന്റെ അവിടേക്ക് ഇങ്ങനെ ഞൊണ്ടി നടന്നു പോണുണ്ട്. അതിൽ ഞങ്ങൾക്കൊക്കെ എന്തോ ഒരു എന്താടാന്ന് ഞങ്ങളെല്ലാരും ചോദിച്ചു. അപ്പൊ ഒന്നുമില്ലാന്ന് പറയും ചെയ്തു. അതില് ഞങ്ങള് കിണറിന്റെ അവിടെ പോയി നോക്കുമ്പോ അവന്റെ കാലില് എനിക്ക് സംഭവിക്കേണ്ടതാ. ഞാൻ ബോൾ എടുക്കാൻ പോവാന്ന് പറഞ്ഞ. എങ്ങനെ കരയണ്ടേട്ടാ? എന്താ കാര്യം എന്തായാലും പറയട്ടാ. എന്റെ വീട്ടുകാരറിഞ്ഞ എന്താ സംഭവിച്ച? അതില് ഞങ്ങള് കിണറിന്റെ അവിടെ ചെല്ലുമ്പോ അവൻ കിണറിന്റെ നിലത്ത്. അവന്റെ കാലിൽ ഞങ്ങള് നോക്കുമ്പോ അവന്റെ കാലില് ഞങ്ങള് നോക്കുമ്പോ അവന്റെ കാലില് എങ്ങനെ കരയണ്ടെന്ന കാര്യം പറയട്ടെ. എനിക്ക് സംഭവിക്കണ്ട. ഞങ്ങൾ നോക്കുമ്പോ എന്റെ കാലില് തീട്ട ചവിട്ടിട്ട് ഏത് പണ്ടാർക്കും ഇപ്പഴാ ബോൾ എടുക്കാൻ പോണ തൊടിയില് തൂറി ഇറക്കണേ. ഏത് ചെക്കന്മാരാണ് ചെയ്തർക്ക്? അല്ല ഈ ഒന്ന് ആലോചിച്ചേക്കാം. എത്ര പിള്ളേര് കളിക്കണ ഗ്രൗണ്ടല്ലേ? ഏത് പണ്ടാർക്കും ഇപ്പൊ ഇവിടെ വന്ന് ഈ തൂറിന് ആ ചെക്കന്റെ കാലിൽ നിറച്ചുമ്പോഴങ്ങനെ അയ്യോ ഇത് കേക്കത് ആ ചെക്കൻ പറഞ്ഞ് ഞൊണ്ടി കാര്യം എടുക്കാൻ പോയതാണതേ. അത് ശരി. അപ്പൊ അതറിയില്ലേ? അപ്പൊ ഏട്ടെന്തൊരു വീട്ടുകാരുടെ കാര്യം പറഞ്ഞത്? വീട്ടുകാരറിഞ്ഞാന്ന് പറഞ്ഞത് തീട്ടം ചവിട്ടിയ കാല് കണ്ട ഏതെങ്കിലും വീട്ടുകാർ വീട്ടിൽ വെച്ചു, അല്ലാണ്ട് വേറൊന്നല്ല. എന്നാൽ ഈ ഒന്ന് ആലോചിക്കുക, തീട്ടം ചവിട്ടിയ ചെക്കൻ ഇങ്ങനെ കിടന്നു അരയ്ക്കും. അയ്യോ കെട്ടുവക്കത്തിൽ നിന്ന് കാലിറക്കിയായിരുന്നില്ലേ? നോക്കുമ്പോ ശരി എന്നാ.